ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ ഞാൻ അടുക്കളയിൽ നിന്നിട്ടാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ രാവിലെ നേരം വെളുത്തിട്ടേ ഉള്ളൂ. നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ്, പുതിയ ഹോസ്പിറ്റലിൽ. അവിടെ കൂടി ഒന്നുകൂടി കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പറഞ്ഞിട്ട് ഒരുപാട് ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആയുർവേദം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഹോസ്പിറ്റലാണ് നമ്മൾ ചൂസ് ചെയ്തത്. അതിന് നമ്മുടെ സെൻറ്റ് മേരീസ് തൊടുപുഴ. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഇതെന്നാ? ഹലോ ഹലോ എന്നെ വഴക്കുണ്ടാക്കുന്നേ. അപ്പോൾ സെൻറ്റ് മേരീസിലേക്കാണ് പോകുന്നത്. നമ്മളോട് 11 മണിയാകുമ്പോഴത്തേക്കും എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 9ാമത്തെ ടോക്കണാണ്. അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങണം. നമുക്ക് വഴി അത്ര പരിചയമൊന്നുമില്ല, അത് വഴി അങ്ങനെ പോയിട്ടൊന്നുമില്ല. ചേട്ടനോട് ചോദിച്ച് ഞങ്ങൾ വഴിയൊക്കെ മനസ്സിലാക്കി കാട്ടിക്കൂടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ റെഡി ആയിട്ടൊന്നും ഇല്ല കേട്ടോ. പച്ചപ്പുറത്തുണ്ട്, ഞാൻ ആ ഊട്ടി മാത്രം ഇവിടെയുണ്ട്. അപ്പോൾ എന്തായാലും പോയി ഒന്ന് കണ്ടിട്ട് വരാം. ഡോക്ടർ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോയുടെ വീഡിയോയിൽ പറയുന്നതാണ് കേട്ടോ. അവസാനം പറയാം കേട്ടോ എന്താണ്. കാരണം ഒരുപാട് പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ഉറപ്പായിട്ടും എന്താണ് ഡോക്ടർ പറയുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചീട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു. വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്, ഭയങ്കര രക്ഷയില്ല. ഒരാൾക്ക് ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. കാര്യം നമ്മൾ 9ാമത്തെയാണ്, പക്ഷേ എന്നാലും നല്ല സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ ആ ഊട്ടി ഇപ്പോഴാണ് കയറി വന്നത്. അവർ വണ്ടിക്കകത്തായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അവൾ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അവളെ അന്നേരം കൊണ്ടിട്ടുണ്ട്. അവൾ എണീക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും വണ്ടികളെല്ലാം വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കൊണ്ടുവന്നത് കേട്ടോ അവിടത്തേക്ക്. ഹലോ. അപ്പം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ പൊട്ടിരിക്കുന്ന നോക്കി എവിടെയാണെങ്കിലും അവൾ കുത്തി വെച്ചതാണ്. നെറ്റിലിരുന്ന് പൊട്ടിൻ്റെ അടുത്ത് കണ്ണിന് വണ്ടേ കുത്തി വെച്ചു. പിന്നെ ഞാൻ അറിഞ്ഞായിരുന്നുണ്ട് അവൾ കുത്തിക്കൊണ്ടിരിക്കുന്നത്. അത്ര നേരം ലാങ്ങാപ്പണി ചെയ്തുകൊണ്ടിരിക്കുക, അടങ്ങിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വയ്യ അവശതയായി കേട്ടോ സത്യം പറഞ്ഞാൽ. രണ്ടാളും ഫ്രണ്ടിലുണ്ട്. മോട്ടച്ചാ മോട്ടച്ചൻ. ആ പൊട്ടറ്റോ പൊട്ടറ്റോ. അവിടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് വെച്ച് ഈ നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് വിജയിയായ വോട്ടെടുപ്പ് സ്ഥാനാർത്ഥികളുടെ വന്നായിരുന്നു. അപ്പൊ പാട്ടുണ്ടായിരുന്നേ. കുഞ്ഞിങ്ങനെ ഇങ്കിലോ അയ്യോ നമ്മൾ പാതി വഴി നിർത്തിയിട്ടേക്കുമായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് ഇവിടെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങിയൊന്നുമില്ല. ഞാൻ ഇവിടെ ചുമ്മാ കിടന്നു. ഞങ്ങൾ പോയപ്പോൾ ഞാൻ വൊമിറ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര സീനായിപ്പോയി. മൊത്തത്തിൽ ഞാൻ അവശതയായിപ്പോയി. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. രാവിലെ എണീറ്റ് പോകുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ വളവും തിരിവും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക്. അതുകൊണ്ടായിരിക്കും. പിന്നെ ഇവിടെ അനങ്ങാതിരിക്കുന്നുമില്ലായിരുന്നു. അലമ്പായിരുന്നു, കരഞ്ഞു. ഇവിടെ ഉറക്കം പോകാതെ എഴുന്നേറ്റ് വന്നാണ് ഓട്ടോ. അതുകൊണ്ട് പിന്നെ ഉറക്കം വന്നിട്ട് കരഞ്ഞത്. പിന്നെ ഈ വണ്ടിയിലൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അടുത്ത കാലത്ത് വേണ്ട. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു, കുഴപ്പമൊന്നുമില്ല. എക്സ്റേ എടുത്തു, ECG എടുത്തു. പറയത്തക്ക പ്രശ്നമൊന്നും അതിനകത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഡോക്ടറുടെ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് മരുന്ന് കാര്യങ്ങളൊന്നും തന്നില്ല. നമ്മൾ കഴിക്കുന്ന മരുന്ന് തന്നെ മതി. പിന്നെ കാൽഷ്യത്തിൻ്റെ ഇതിന് നെഫ്രോളജിയെ ഒന്ന് കാണാൻ പറയാറ്. അപ്പോൾ നമ്മൾ നെഫ്രോളജിനെ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ടൈം കഴിഞ്ഞു പോയി. നമുക്ക് വേറെ എവിടെയെങ്കിലും അവിടെ കട്ടപ്പനയിൽ എവിടെയെങ്കിലും കണ്ടാൽ മതി നെഫ്രോളജിനെ. അവർക്കേ അറിയത്തുള്ളൂ കിഡ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ? ഡോക്ടർ പറഞ്ഞത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട പെയിൻ ആണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അതൊരു സമാധാനം അല്ലേ. ഹാർട്ടിൻ്റെ പെയിൻ അല്ലാന്ന് തോന്നുന്നു, മസിൽ പെയിൻ ആയിരിക്കും എന്ന് പറഞ്ഞു. കുഞ്ഞിനെയൊക്കെ എടുക്കുന്നതുകൊണ്ടായിരിക്കും എന്ന് ഞങ്ങളങ്ങ് ഊഹിച്ചു. അപ്പോൾ സോറി. അപ്പം എന്തായാലും ഒരു സമാധാനമുണ്ട്. ഇനി നമ്മൾ അവിടെ തന്നെ കണ്ടാൽ മതി. കാണുന്ന ഡോക്ടർ, ആ ഡോക്ടറിന് ഈ ഡോക്ടർക്ക് അറിയാം കേട്ടോ. അതാണ് അതിൻ്റെ കോമഡി അല്ലേ. അച്ഛൻ ഇവിടെ വന്നില്ല കേട്ടോ. ഞാൻ ഇവിടെ അലമ്പായോണ്ട് ഞാൻ തന്നെയാണ് കയറി പോയത് കാണാനും. പിന്നെ ഉറങ്ങുമായിരുന്നു.
പിന്നെ ഭയങ്കര വെയിലും ചൂടുമായിരുന്നു കേട്ടോ ഇവിടെ. എൻ്റെ അമ്മ ഇവിടെയൊക്കെ മനുഷ്യരെങ്ങനെ ജീവിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുക. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അത് ശീലമായിട്ടുണ്ടാവും അല്ലേ? കുഴപ്പമില്ല, അതേ കാലാവസ്ഥ, അത്രയും ചൂടില്ല ഇവിടെ. അതിനേക്കാളും കൂടുതൽ ചൂടാന്ന് തോന്നുന്നു, അറിയത്തില്ല. അതെ അയ്യോ, അതിനേക്കാളും കൂടുതൽ ചൂടുണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഞാൻ കാര്യം പുറത്തിറങ്ങിയില്ലല്ലോ. അയ്യോ, ഞാൻ ഇവിടെ കൊണ്ട് കുഞ്ഞിൻ്റെ പാമ്പർ മാറാൻ വേണ്ടി പോയപ്പോഴത്തേനും അടുത്ത് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരുന്നു, ഓടുമായിരുന്നു. അയ്യോ, അത് വണ്ടി വെയിലത്തല്ലേ കിടന്നേ, വണ്ടി അങ്ങോട്ട് ചൂടായിട്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം ഭയങ്കര ഛർദി. ഞാനാണെങ്കിൽ ആദ്യം ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി, അത് വനത്തിനകത്ത് ഇറങ്ങി. അപ്പോൾ എനിക്ക് ഛർദി വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഇറങ്ങിയിട്ട് ഛർദ്ദിച്ചൊന്നുമില്ല. ഞാൻ തിരിച്ച് വണ്ടിയിൽ കയറി ഇച്ചിരി നീങ്ങിയപ്പോഴത്തേക്കും അങ്ങ് ഛർദ്ദിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ തലമുറത്തേക്കിട്ട് ഭയങ്കര ഛർദി, വണ്ടിയൊക്കെ ഛർദ്ദിച്ച്. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഛർദി കഴിഞ്ഞപ്പോൾ ഉണ്ടോ എന്നെ പൊറോട്ട ഒന്ന് നോക്കിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പൊറോട്ട നോക്കിയപ്പോൾ ആനപ്പിണ്ടം ഫ്രഷായിട്ടുള്ള സാധനം. ഞാനൊക്കെ കണ്ടിട്ടുള്ള കുട്ടികടപ്പിന് വേണ്ടി വരക്കുണ്ടായിരുന്നു. ഞാനൊക്കെ അതിലെ കണ്ടിരിക്കുന്ന ഈ ആന ക്രോസ് പതുക്കെ പോവുക, ആന ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വേണ്ട ബോർഡുകൾ കാണാമല്ലോ. ഞാനെ ഇങ്ങനെ കണ്ടേക്കുന്നത് ഈ വയനാട്, ബന്ദിപ്പൂർ അങ്ങനെയൊക്കെ യാത്രയിലാണ് കണ്ടേക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ട് കാണുന്ന അങ്ങനെ ഒരു സംഭവം. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. നമ്മൾ അന്ന് സീറ്റൽ ലോഞ്ച് പോയപ്പോ കണ്ടില്ലേ, അന്ന് എന്നെ കൊണ്ട് ആശുപത്രി പോകുന്നപ്പോ കണ്ടില്ലേ, ഒരുപാട് സ്ഥലത്ത് ആന റോഡ് മുറിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ആന ഇങ്ങനെ ഊർന്നിറങ്ങി പോയേക്കുന്ന ഭാഗമൊക്കെ. അപ്പൊ ഛർദിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ നേരാണ് കണ്ടേ? അതല്ല, നീ ആനപ്പിണ്ട ഞാൻ ആദ്യം കണ്ടായിരുന്നു. ഛർദിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി നിർത്താതിരിക്കാൻ പറ്റില്ല, ഛർദിയും കൂടെ തീർന്നു കയറിപ്പോ. ഛർദിച്ചോണ്ടിരിക്കുമ്പോ ആ കറക്റ്റ് ഛർദി ആയപ്പോഴാണ് വോമിറ്റ് ചെയ്ത് ഛർദി പിന്നെ വോമിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വോമിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടെൻഡൻസി ഉണ്ടായ സമയത്താണ് ഞാൻ കണ്ടത്. പിന്നെ അവിടെ നിർത്തിയെന്നല്ലേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് പേരുണ്ടാവില്ല, പൊറോട്ട നോക്കിയപ്പോ ഫ്രഷ് ആയിട്ട് കിടക്കുന്നു. ഇന്ന് രാത്രി എപ്പോഴാ ചെയ്തിട്ട് പോയതാ? ഒരിടത്തുനിന്ന് പോയിട്ട് അടുത്ത സ്ഥലം ഇവിടെയെങ്കിലും വണ്ടി നിർത്തരുത്. ഇവിടെ അല്ല കേട്ടോ, നമ്മൾ ആ നിർത്തി നിർത്തിയിട്ട് അവിടെ വണ്ടി നിർത്താൻ പോലും പാടില്ലാത്ത സ്ഥലമാണ് അല്ലേ? അതെ. എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നും പറഞ്ഞില്ല. ഇനി ബാക്കി ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കേട്ടോ, കാരണം അവളുടെ അലമ്പ സൗണ്ട് മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു അബോധാവസ്ഥയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പ്രത്യേകിച്ച് ഒന്നും അതിനകത്ത് ഡോക്ടർക്ക് കണ്ടെത്താനായിട്ട് പറ്റിയില്ല. എന്ന് വെച്ചാൽ ഡോക്ടർ പറയണത് ഹാർട്ട് സംബന്ധമായ പെയിനല്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. പിന്നെ കാൽഷ്യം കൗണ്ടിങ്ങിനെ കുറഞ്ഞു പോകുന്നത് കൊണ്ട് നെഫ്രോളജിയെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെഫ്രോളജിയെ കാണിക്കാൻ നമ്മൾ അവിടുത്തെ നെഫ്രോളജിയുടെ സമയം കഴിഞ്ഞു പോയി. അവിടെ നമ്മൾ എവിടെയെങ്കിലും നെഫ്രോയെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിവിടെ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഈ ഡോക്ടറിനെ ആ ഡോക്ടർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ സ്റ്റിൽ എനിക്ക് പെയിനുണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല. എന്ത് സംബന്ധമായിട്ടുള്ള വേദനയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പം ഓക്കെ, ഒരു 2 സെക്കൻഡ് ഒപ്പീനിയനും നമ്മൾ മേടിച്ചു. അപ്പോൾ അവിടെ നിന്നും നമുക്ക് ഹാർട്ടിൻ്റെ ഇഷ്യൂ അല്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്തിൻ്റെ ഇഷ്യൂ ആണെന്നുള്ളത് ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കാൽഷ്യം കുറവിൻ്റെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതുപോലെ വേദന, പക്ഷേ എല്ലാവരെയും പോലെ നെഞ്ചുവേദന എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ പിടിച്ച പരിപാടിയാണല്ലോ. അപ്പോൾ അതാണ്, എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ വയ്യാഴിക വരുമ്പോൾ. എനിക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് ചോദിക്കുന്നത് ടെൻഷൻ കൂടിയ ആളാണല്ലേ എന്ന് ചോദിക്കുന്നത്. അത് പൊതുവേ ആർക്കായാലും ഒരു വയ്യാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചിട്ട് ടെൻഷനൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം. അപ്പോൾ അതാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാൻ പഴയ മരുന്ന് തന്നെ കഴിക്കാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് നെഫ്രോയും കൂടെ ഒന്ന് കാണണം. നെഫ്രോളജി അവിടെ ഇവിടെ നിന്ന് ഓരോ എക്സ്പ്രഷൻ ഇടുന്നത്, അതാണ് കേട്ടോ ഞാൻ ചിരിച്ചത്. അതേന്നെ എൻ്റെ കൊച്ച്. അപ്പോൾ നെഫ്രോളജിയും കൂടെ കാണണം. കണ്ടിട്ട് ഇനി എന്താ പറയുന്നതെന്ന് അറിയില്ല. കാരണം കാൽഷ്യം കണ്ടമാനം കുറഞ്ഞു പോയാൽ നമ്മുടെ കിഡ്നി അടിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അത് അടിച്ചു പോകുന്നതിന് മുന്നേ ഒരു നെഫ്രോളജിസ്റ്റിനെ കൂടെ കാണണം എന്ന് ആഗ്രഹിക്കുന്നു. അത് പോകണമെന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് 2-3 ദിവസമായി. ഇനി എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഓരോ യാത്രയിലായിരുന്നു, എല്ലാ ദിവസവും യാത്രയായിരുന്നു. അപ്പം യാത്ര ചെയ്ത് വരും, ഞാൻ അവിഞ്ഞ് കിടക്കും, യാത്ര ചെയ്ത് വരും, ഞാൻ കിടക്കും. അപ്പോൾ ഇതായിരുന്നു പരിപാടി. അച്ചാച്ചൻ ഇവിടെ ഇല്ല. ഞങ്ങൾ ചോറൂണൊക്കെ
ഓരോ സാധനം എടുക്കുക, ഇതേ കയറി നിന്നിട്ട് പുറകിലോട്ട് എറിയുക. ഇതാണ് ഔട്ടിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. എന്നതാ ഇപ്പോൾ ഇട്ട് പാമ്പറോ? ഹേ അപ്പോൾ അവളുടെ പരിപാടി ഇതാണ്. അപ്പം നമുക്കിതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. മരുന്ന് നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 2 മാസം തുടങ്ങി. അപ്പം മാറും തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. തലയിടിക്കുമോ കുട്ടി? അവിടെ തലയിടിക്കും. അപ്പം ഇനിയിപ്പോൾ നമുക്ക് പോകാൻ, ഇനിയിപ്പോൾ നമ്മൾ വേറെ ഹോസ്പിറ്റലിലൊന്നും നെഫ്രോനെ അല്ലാണ്ട് നമ്മൾ വേറെ എവിടെയും കാണാനൊന്നും പോകുന്നില്ല. നെഫ്രോയെ കാണണം, എത്രയും പെട്ടെന്ന് കാണണം തന്നെയാണ് പുള്ളി പറഞ്ഞത്. കാരണം അത്രയും കൗണ്ട് താഴ്ന്നു പോയിട്ടുണ്ട്. നക്ഷത്രം വലിച്ചു കുറച്ചു വീഴും. ഇങ്ങോട്ട് ഇറങ്ങി നടന്നിട്ട് അവിടെ ഫോൺ ഇരിക്കുന്നു ഈ പെണ്ണ്. കഴിഞ്ഞ ദിവസം ഒരു പുതിയ ഫോണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മേടിച്ചൊരു ഫോണായിരുന്നു കേട്ടോ. അപ്പോൾ അവളത് എറിഞ്ഞു പൊട്ടിച്ചു. എന്നിട്ട് നിൽക്കുന്നതാണ്ട കുരുത്തക്കേടെന്ന് പറഞ്ഞാണ്ടല്ലോ അൾട്ടിമേറ്റാണ്. അങ്ങനെയല്ല, അവൾ ഭയങ്കര ഇതായിട്ട് എവിടെയും അങ്ങനെ ഒരു സെക്കൻഡ് പോലും ഇരിക്കുക എന്നുള്ളൊരു സ്വഭാവമൊന്നുമില്ല. അവിടെ ഇരുന്നു അമ്മ സംസാരിച്ചോളാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. വേറെ പ്രത്യേകിച്ച് വിശേഷ കാര്യങ്ങളൊന്നുമില്ല. ഒത്തിരി പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായി എന്നറിയാൻ ഇപ്പോഴും ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 ദിവസം ലോങ് വീഡിയോ അടുപ്പിച്ചിട്ടാൽ പിന്നെ ഞാൻ ഒരാഴ്ചത്തേക്ക് ഇടില്ല. അതാണ് എൻ്റെ ഒരു പരിപാടി. എന്താണെന്നറിയത്തില്ല, ഇനി മുതൽ കണ്ടിന്യൂസ് ഇടണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് മുടങ്ങിപ്പോവും. പിന്നെ അത് എഡിറ്റ് ചെയ്യാനുള്ള ടൈം, വീഡിയോ എടുത്ത് വെച്ചാലും അത് എഡിറ്റ് ചെയ്തിടാനുള്ള സമയം കിട്ടുന്നില്ല. ഇതുപോലത്തെ ഓരോ കുരിപ്പുകൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്കൊന്നിനും സമയം കിട്ടത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. വീഡിയോസൊക്കെ ആയിട്ട് നാളെ വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.